പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർക്ക്, എല്ലാ ദൈവദാസന്മാർക്കും സ്നേഹവന്ദനം. എല്ലാ കുടുംബങ്ങൾക്കും, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ, ആമേൻ, പെന്തിക്കോസ്ത് എന്ന തീമുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ രണ്ടാമത്തെ സെഷനിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ശക്തമായ ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ആമേൻ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഈ 10 ദിവസം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം 1 മാസമായി പ്രേയർ നടക്കാറും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ അതനുഭവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനത് അനുഭവിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ നിറവ്, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, എനിക്കത് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതുപോലെ ദൈവസാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവസാന്നിധ്യം ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകത്തില്ല. വ്യക്തമായ പദ്ധതിയോടെ, വ്യക്തമായ ദൈവിക പരിപാടികളിലൂടെ ആ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സസ് 2. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ 2 വാക്യങ്ങൾ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ആർക്ക്? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം, പെസഹായുടെ ദിവസത്തിന് ശേഷമുള്ള 40 ദിവസം, 50-ാമത്തെ ദിവസമാണ് പെന്തിക്കോസ്ത്. അപ്പോൾ പെസഹ കഴിഞ്ഞുള്ള 50-ാമത്തെ ദിവസത്തെയാണ് പെന്തിക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ പെന്തിക്കോസ്ത് വരുന്നതിന് മുമ്പ്, യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് ചേർന്നു 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ, അവരോട് കൂടെ ഇരുന്ന ചില കാര്യങ്ങൾ, അതാണ് ഈ 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിച്ചു. രാവിലെ നമ്മൾ ചിന്തിച്ച ആ തീം ഇങ്ങനെയായിരുന്നു: എ പ്രോസസ് ടു പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ കർത്താവ് ഒരു പ്രോസസ്സിലൂടെ നടത്തുകയാണ്. അവരെ 3.5 വർഷം പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും ഒക്കെ ഈ 40 ദിവസം കൊണ്ട് ഒന്നുകൂടെ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതാണ് നമ്മളിന്ന് രാവിലെ ചിന്തിച്ചത്. ആവശ്യമുണ്ടായിരുന്നു. ചിലരൊക്കെ പരാജയപ്പെട്ടു. ശിഷ്യന്മാരിൽ ചിലർക്ക് സംശയമുണ്ടായിരുന്നു. കർത്താവ് അവരെ അറിഞ്ഞു, നന്നായിട്ട് അറിഞ്ഞു. ഏതായിരുന്നു അവരുടെ പ്രശ്നം, എവിടെയാ പരാജയപ്പെട്ടത്, ഇതൊക്കെ അറിഞ്ഞിട്ട് കർത്താവ് അവരോട് ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ആ വാർത്ത കേട്ടപ്പോൾ നോൺസെൻസ് പോലെ തോന്നി എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്ന അതേ ശിഷ്യന്മാരിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഊതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ആ വാർത്ത കേട്ടപ്പോൾ നോൺസെൻസ് എന്ന് തോന്നിയവരാ. പക്ഷെ അവർ കൂടിയെടുത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്നിട്ട്
ഈ 40 ദിവസത്തിനിടയ്ക്ക് സംഭവിച്ച കാര്യമാണ്, പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോൺസെൻസ് എന്ന് തോന്നിയതാ ഇപ്പോൾ അവർ അനുഭവിക്കുക. കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അടുത്തനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ചിന്തിച്ചതാണ്, ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ കർത്താവ് ഒന്ന് മാറ്റിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ 2 വാക്യങ്ങളിൽ നിന്ന് തന്നെ പെന്തിക്കോസ്റ്റിന് മുമ്പായി കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത, പ്രൈസ് ദി ലോർഡ്, ആ ഭാഗം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എനിക്ക് തന്ന വാക്ക് ഇതാണ്, പ്രോജക്റ്റ്. പ്രൈസ് ദി ലോർഡ്. എ പ്രോജക്റ്റ് ടു ബിൽഡ് ഫോർ പെന്തിക്കോസ്റ്റ്. ആമേൻ. പെന്തക്കോസ്റ്റിന് മുമ്പായിട്ട് അവരെ ഒന്ന് പണിയാനുള്ള ഒരു പ്രോജക്റ്റ് കർത്താവ് ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അവിടെ ലൂക്കോസ് എഴുതിയിട്ടുണ്ട് 40 ദിവസം. അത് നമുക്ക് വെറുതെ വായിച്ചു വിടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാത്. എന്തുകൊണ്ട് 40 ദിവസം? പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, പെന്തക്കോസ്തിൻ്റെ ആ ഒരു നാൾ കർത്താവിനറിയാം അത് വരാൻ പോവുക. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവിടുന്ന് പോകരുത്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആ പ്രോജക്റ്റിനകത്ത് ആ ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ പ്രോജക്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് പണിയണം, ഇവരെ ഒന്ന് ബിൽഡ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കുറച്ചൊക്കെ ക്ഷീണിച്ചു പോയി, കുറച്ചൊക്കെ ഇവർ വീക്കായിപ്പോയി. പക്ഷേ അതിൽ കർത്താവ് എന്താ ചെയ്യുന്നത്? ആ വീക്കായെടുത്തുനിന്ന് പണിയാൻ പോവുക, ക്ഷീണിച്ചെടുത്ത് നിന്ന് പണിയാൻ പോവുക. പണിഞ്ഞിട്ട് ആ കംപ്ലീഷൻ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അതിനു വേണ്ടി 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നിൽക്കുക ഈ പണിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം ഈ ശിഷ്യന്മാരെ പണിതെടുത്തെങ്കിൽ ആ ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൻ്റെ ആ ഫുൾഫിൽമെൻറ്റിലേക്ക് വരത്തുള്ളൂ. ഇവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോജക്റ്റ് ഈ 40 ദിവസം കൊണ്ട് തീരുന്നതല്ല, പ്രോജക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അത് അവരിലൂടെയാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത് അവരിലൂടെയാണ്, അതിനു വേണ്ടിയാണ് ഇതെല്ലാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഈ 40 ദിവസം, ആമേൻ, ഈ 40 ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അവരെ പഠിപ്പിച്ചു, വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 40? പ്രൈസ് ദി ലോർഡ്. ആ പദ്ധതിക്കായിട്ട് 40 ഡേയ്സ് എന്തുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു? ദൈവവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ 40 ഡേയ്സ് അല്ലെങ്കിൽ 40 എന്ന നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ അവരുടെ ജീവിത അനുഭവവുമായിട്ട് നോക്കിയാൽ ദൈവത്തിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ, പ്രൈസ് ദി ലോർഡ്, അനുഭവത്തിൽ 40 എന്നൊരു നമ്പർ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ ദൈവം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് വഴി നടത്തുന്ന സമയം. ആമേൻ. 40 years. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയുടെ അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നും ഫറവോൻ്റെ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവം അവരുമായി ഇടപെട്ട ആ ഒരു നമ്പർ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം എന്നെടുക്കാം. എക്സോഡസ് ചാപ്റ്റർ 24.
വേഴ്സ് 9. പുറപ്പാട് പുസ്തകം 24:9 വാക്യം. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതായത് ഈ മരുഭൂമിയിൽ 40 വർഷത്തെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോശയോട് ദൈവം സംസാരിച്ചിട്ട് മോശയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും അങ്ങനെ അവർ ദൈവത്തെ കണ്ട ഒരു ദിവസത്തെക്കുറിച്ചാണ് പറയുന്നു. ഇനി 12 വാക്യം. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ലോർഡ്. ദൈവം മോശയോട് പറയുന്നു, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പനകൾ തരും, ഉപദേശിക്കും. ഞാൻ എഴുതിയ ന്യായപ്രമാണം നിനക്ക് തരും. പ്രൈസ് ലോർഡ്. ഇനി അടുത്ത വാക്യം 14 വാക്യം. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിൻ. അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വലിയ കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അതെ. 15 വാക്യം. അങ്ങനെ മോശെ പർവ്വതത്തിൽ കയറിപ്പോയി ഒരു മേഘം പർവ്വതത്തെ മൂടി. അടുത്ത വാക്യം. തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. കത്തുന്ന തീ പോലെ. എന്താ അത്? യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. അടുത്ത വാക്യം. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശെ 40 പകലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോ ദൈവം പറയുകയാണ്, ഞാൻ ചിലത് എഴുതി തരാം, ഞാൻ ചിലത് പഠിപ്പിക്കാം, ഞാൻ ചില കൽപ്പനകൾ തരാം, ന്യായപ്രമാണം തരാം, അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. പ്രൈസ് ലോർഡ്. യഹോവയുടെ സാന്നിധ്യം, തേജസ്സിൻ്റെ ആ അനുഭവം പർവ്വതത്തിൽ മൂടി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അത് തീ പോലെ തോന്നുന്നു. മോശ അതിൻ്റെ നടുവിലാണ്. മോശ 40 ദിവസം രാവും പകലും അത് അനുഭവിച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ 40 എന്ന് പറയുമ്പോൾ, 40 ദിവസം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതാനുഭവത്തിൽ, പ്രത്യേകിച്ച് അവരുടെ ലീഡറായ മോശയുടെ അനുഭവത്തിൽ 40 വളരെ പ്രാധാന്യം. എന്താ? ദൈവം മോശയെ ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സമയം, അത് സ്വീകരിക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എടുക്കുന്ന ഒരു സമയം. ഇനി ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നോട്ടുള്ള അവരുടെ യാത്ര, അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക പ്രൈസ് ലോർഡ് ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ദൈവത്തിന് മോശയിലൂടെ കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടി ദൈവം കണ്ട ഒരു സമയം. അത് മോശയുടെ അനുഭവത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നൊരു സമയം, ഇസ്രായേൽ ജനത്തിനോ തേജസ് കാണുന്നൊരു സമയം. പ്രൈസ് ലോർഡ്. യഹോവയുടെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന, അത് കാഴ്ചയാകുന്ന ഒരു സമയം. ഇനി പുറപ്പാട് പുസ്തകം 34:28 വാക്യം. 34:28. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. പ്രൈസ് ലോർഡ്. മോശ നമ്മൾ വായിക്കുന്നു, വീണ്ടും പിന്നെയും, അതാ 27 വാക്യം. യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക,
ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രയേലിനോടും നിയമം ചെയ്തിരിക്കുന്നു. വീണ്ടും ചിലത് എഴുതിയെടുക്കാൻ വേണ്ടി, വീണ്ടും ചിലത് പഠിപ്പിച്ചത് ഏറ്റെടുക്കാൻ വേണ്ടി ദൈവം മോശയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ 40 പകലും 40 രാവും യഹോവയോട് കൂടെ ഇരുന്ന മോശ, അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങൾ പലകയിൽ എഴുതി എടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിഷ്യന്മാരെ യേശു കർത്താവ് പഠിപ്പിക്കാൻ വേണ്ടി 40 തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്രയേലിൻ്റെ അനുഭവത്തിൽ മോശയിലൂടെ ദൈവം ഉദ്ദേശിച്ച ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി, അത് പൂർണ്ണമായിട്ടില്ല, ഇപ്പോൾ മരുഭൂമിയിലാണ്, എന്നാൽ പ്രോമിസ് ലാൻഡിലേക്കുള്ള യാത്രയ്ക്കായി ദൈവം ചിലത് പഠിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ളൊരു സമയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നേരിട്ട് ഏറ്റെടുത്ത് പ്രാപിക്കാൻ, പ്രൈസ് ദി ലോർഡ്, അതിനുള്ളൊരു സമയം ദൈവം അവിടെ വേർതിരിച്ചു. അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചും ഇത് തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചിലത് നേരിട്ട് പഠിപ്പിക്കുക, മോശയെ പഠിപ്പിച്ചതുപോലെ കർത്താവ് പഠിപ്പിക്കുക. കാരണം എന്താ? ഇനി മുന്നോട്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് ഇത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു അതല്ല, അതിനപ്പുറത്തായി നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറയുക, ശിഷ്യന്മാരോട് പറയുക, ഇത് വേണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മോശ കയറി നിന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. 2, മോശ പ്രാപിച്ചെടുത്ത വചനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് തന്നെ ആ ശിഷ്യന്മാർക്ക്, ഈ 2 കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് കിട്ടിയത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. 2, കർത്താവ് പഠിപ്പിച്ച വാക്കുകൾ, വചനം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് നമ്മളെ പണിയാൻ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ ഇത് 2ആണ്. 2 ടൂൾസ്. ദൈവം നമ്മളെ പണിയാൻ ഉപയോഗിക്കുന്ന 2 ടൂൾസ്. ഒന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഇതിനോട് നമുക്കുള്ള ആവേശം, ആഗ്രഹം, താല്പര്യം, അത് നമ്മളെ ഷേപ്പ് ചെയ്യും, രൂപപ്പെടുത്തും. ദൈവ സാന്നിധ്യമാണ് നമ്മളെ പണിയുന്ന ഒരു ടൂള്. ആമേൻ. നമുക്ക് ആഗ്രഹമുണ്ട് ദൈവപ്രവൃത്തി കാണണമെന്ന്, നമുക്ക് താല്പര്യമുണ്ട് കർത്താവ് അടുത്ത ലെവലിലേക്ക് എന്നെ കയറ്റണം, എനിക്ക് കയറണം, ഇങ്ങനായ പോരാ. നമുക്കറിയാം പലപ്പോഴും നമ്മൾ സ്റ്റാഗ്നൻ്റായി പോകും, നിന്നു പോകുന്നത് പോലെ, മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ നടക്കും? എങ്ങനെയാ അതിലേക്ക് പ്രവേശിക്കേണ്ടത്? ദൈവ സാന്നിധ്യം കൊതിക്കണം. ആമേൻ. എത്രത്തോളം നമുക്കത് പ്രാപിക്കാൻ കഴിയുമോ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുമോ, പ്രാർത്ഥിക്കാൻ കഴിയുമോ, ആരാധിക്കാൻ കഴിയുമോ, അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കത്തില്ല. എപ്പോഴും ഓർക്കണം, നമ്മുടെ വിളിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രോജക്റ്റുകളുണ്ട്. എത്ര പേരത് തിരിച്ചറിയുന്നു? നിങ്ങൾ ഓരോരുത്തരെയും സ്വർഗം ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ കൂട്ടി വരുത്തിയെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച ദൈവത്തിൻ്റെ പ്രോജക്റ്റുകളുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, എത്ര പേര് പറയും, എനിക്ക് ആ ദൈവ സാന്നിധ്യം വേണം, എന്നെ അതിനു വേണ്ടി പണിയാൻ ഞാൻ വിട്ടു തരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ, ആരാധനയുടെ അനുഭവത്തിലാണ് ദൈവസാന്നിധ്യം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഓടുന്നവരായി. ബദ്ധപ്പാടുകൾ ഒരുപാടുണ്ടെങ്കിലും, കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടെങ്കിലും, ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു അവസരം പോലും ഞാൻ കളയത്തില്ല എന്ന് പറയാം.
ആമേൻ. അതിനുവേണ്ടി താല്പര്യപ്പെടുന്ന, അതിനുവേണ്ടി കൊതിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വലിയ വില കൊടുക്കുന്നവരാരുണ്ട്, അവരെ കർത്താവ് പണിതിരിക്കും. പ്രൈസ് ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ആരൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ, അവരുടെ ഔട്ട്കം നമ്മൾ കാണുമ്പോൾ ഓർക്കണം, അവർ ഒരു പണിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. മണിക്കൂറുകൾ ദൈവസ്ഥനിൽ ഇരുന്നിട്ടുണ്ട്, ദിവസങ്ങൾ ദൈവസ്ഥനിൽ ചെലവഴിച്ചിട്ടുണ്ട്, ദൈവസാന്നിധ്യം അവർ കൊതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗം അവരെ പണിത് ഉപയോഗിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെയും കുടുംബത്തിലെയും പണിക്കായിട്ട് ആമേൻ നമുക്ക് ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദൈവ സാന്നിധ്യം എന്നെ പണിയട്ടെ, എൻ്റെ കുടുംബത്തെ പണിയട്ടെ, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവ സാന്നിധ്യം. 2, വചനം. ആമേൻ. വചനമില്ലാതെ, ആമേൻ, വചനമില്ലാതെ പ്രൈസ് ലോർഡ് ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയില്ല. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പെന്തിക്കോസ്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത് വചനത്തിൻ്റെ ശക്തിയിലൂടെയാണ്. ആമേൻ. വചനം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഓർക്കുക, നമ്മൾ പണിയാൻ വിട്ടുകൊടുക്കുന്നില്ല. കർത്താവ് എങ്ങനെ പണിയാൻ കഴിയും? വചനം കൊണ്ടാണ് നമ്മളെ പണിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും വചനത്താലും. ആമേൻ. വചനം, വചനം, വചനം. അപ്പം ദൈവസാന്നിധ്യത്തിൻ്റെ കൊതി പോലെ വചനത്തോടും ഒരു കൊതി വരണം. ഹല്ലേലൂയ. എനിക്ക് വചനം കേൾക്കണം, എനിക്ക് വചനം വായിക്കണം. വായിക്കണമെന്ന് പറയുമ്പോൾ വായിച്ചു വിടുന്നവരായിട്ടല്ല, വചനം പഠിക്കുന്നവരായി. ഒരു പാരഗ്രാഫേ വായിച്ചുള്ളൂവെങ്കിലും അവിടെ നിർത്തിയിട്ട് കർത്താവിനോട് സംസാരിക്കണം. എന്നെ ഈ വചനമൊന്ന് പഠിപ്പിച്ചതാ കർത്താവേ, എന്നോടുള്ള ചില ദൂതുകൾ ഇതിലൂടെ പറഞ്ഞതാ കർത്താവേ, എനിക്കൊരു വെളിപ്പാട് താ കർത്താവേ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ഓർപ്പിക്കുക, ഈ 2 കാര്യങ്ങൾ ഓർക്കുക. പണിയണം. എ പ്രോജക്റ്റ് ബിൽഡ്. നമ്മളെ പണിയാൻ കർത്താവ് ഉദ്ദേശിക്കുന്ന ദിവസങ്ങളായത്. ഈ 10 ദിവസം നിങ്ങൾ ദൈവസ്ഥനിൽ വേർപെട്ടിരിക്കുമ്പോൾ, പെന്തക്കോസ്ത് എന്ന തീമുമായി ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തോടൊപ്പം വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് പണിയുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി വിട്ടുകൊടുക്കാം. കഴിഞ്ഞ നാളുകളേക്കാൾ താല്പര്യത്തോടെ വചനം പഠിക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ, അതിനുവേണ്ടിയുള്ള താല്പര്യമുണ്ടാകട്ടെ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഏറ്റെടുക്കാൻ താല്പര്യപ്പെടട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, നിങ്ങളെ പണിയുന്നത് അതിലൂടെയാ. കഴിഞ്ഞ നാളുകളിൽ അപ്പുറത്തായി ദൈവപ്രവൃത്തികൾ കാണാൻ പോകുന്നത് വചനത്തിന്റെ പണിയിലൂടെയാ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ പണിയും, കർത്താവ് നമ്മളെ പണിയും വചനത്തിലൂടെ. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ 40 ദിവസം പഠിപ്പിക്കുമ്പോൾ കർത്താവിനറിയാം, ഞാൻ പണിയുക. മോശയിലൂടെ ദൈവജനത്തെ പണിതു. എന്തിനു വേണ്ടി? ഒരു പ്രോമിസ് ലാൻഡിലേക്ക് വേണ്ടി. ആമേൻ. അവരെ വിടുവിച്ചു കൊണ്ടുവന്നു, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നു. എന്നാൽ അത് പോരാ, അവിടെ നിന്ന് ഇനിയും പുറപ്പെട്ടു പോകാനുണ്ട്, ഇനിയും യാത്ര തുടരാനുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണം നടക്കാനുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് തീരുന്നതല്ല. ദൈവിക പ്രോജക്റ്റിലേക്ക്, പദ്ധതിയിലേക്ക് ഇനിയും നിങ്ങൾ ചുവട് വെക്കാനുണ്ട്. അതിനുവേണ്ടി പറയാം, കർത്താവേ, ആ സാന്നിധ്യം ഞാൻ കൊതിക്കുകയാ, ദൈവസാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയാ. വചനത്തിലൂടെ എന്നെ ഷേപ്പ് ചെയ്യാൻ, എന്നെ രൂപപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഇസ്രായേൽ ജനത്തിൻ്റെ ആ പ്രോമിസ്ഡ് ലാൻഡിലെയൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട്, ആമേൻ, രാജാക്കന്മാർ ഭരിക്കുന്ന ഒരു സമയത്ത്, പ്രൈസ് ദൈവത്തിൽ നിന്നും ഇടയ്ക്കൊന്ന്
മാറിപ്പോകുന്ന ഒരു സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പല പ്രവാചകന്മാരുണ്ട്. അതിലൊരാളാണ് ഏലിയാവ്, എലൈജ. 1 Kings chapter 19 verses 4 and 8. 1 Kings chapter 19. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇതാരെ കുറിച്ചാ? ഏലിയാവിനെ കുറിച്ച് പറയുക. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിരിപ്പാൻ ഇച്ഛിച്ചു. കാരണം എന്താ? അതിന് മുമ്പ് അറിയാം, ഏലിയാവ് പ്രൈസ് ലോർഡ് രാജാവിൻ്റെയും ഇസബേലിൻ്റെയും പ്രവാചകന്മാരെ പ്രൈസ് ലോർഡ് കൊന്നു കളഞ്ഞുള്ള അതിനുശേഷമുള്ളൊരു സംഭവമാണ്. പ്രൈസ് ലോർഡ്. 3-ാമത്തെ വാക്യം പറയുന്നത് നോക്കിക്കുക. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പോയി. കാരണം രാജാവും രാജാവിൻ്റെ ഭാര്യയും ഒക്കെ എതിരായി. ഇനി രക്ഷയില്ല എന്ന് തോന്നി. എന്നിട്ട് ഇരുന്ന് 4-ാം വാക്യം പറയുന്ന ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇനി പറയുന്നത് നോക്കിക്കേ. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ല ഒരു ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്തു. ആ ദേശത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ പ്രൈസ് ദി ലോർഡ് തുടർച്ചയായി ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് പേഴ്സണലിൽ എടുക്കുക. ഈ ഏലിയാവ് മതി കർത്താവേ, യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഇനി ഒരു ദൂതൻ തട്ടി ഉണർത്തി. ആമേൻ. ഉണർന്നു നോക്കി. 6-ാമത്തെ വാക്യം, അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നത് കൊണ്ട് യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഇനി 8-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. പ്രൈസ് ദി ലോർഡ്. 40 ദിവസത്തെ ഒരു യാത്ര അദ്ദേഹം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പായി 9-ാമത്തെ വാക്യം നോക്കിയേ. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. 40 ദിവസത്തെ ഒരു യാത്രയാണ് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക്. പക്ഷെ ഇടയിൽ അദ്ദേഹം ഒരു ഇടത്താവളം കണ്ടു, ഒരു ഗുഹ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചൂരച്ചെടിയുടെ പോലെയല്ല, കുറച്ചും കൂടെ കംഫർട്ടാ. ആമേൻ. ഗുഹയാകുമ്പോൾ കുറച്ച് എയർ കണ്ടീഷൻ്റെ ഒക്കെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ തോന്നി 40 ദിവസത്തെ ഒരു പരിപാടിയാണ്, പക്ഷേ കുറച്ച് നാൾ ഇവിടെ കഴിഞ്ഞാലോ, ഇതാകുമ്പം സേഫ്റ്റി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടിയുടെ തണൽ കിടന്നാൽ പിന്നെ അവർ കണ്ടുപിടിക്കും, ഇതാകുമ്പം കാണത്തില്ല, ആരും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്താ? ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് അയക്കുമ്പോൾ 40-ന്റെ ഒരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനിടയിൽ ഈ ഇടത്താവളത്തിൽ നിനക്കെന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു ചോദ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. കർത്താവെ, അങ്ങുമായി എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ യാത്രയിൽ ഞാൻ ഇടയിൽ എവിടെയെങ്കിലും തങ്ങിപ്പോയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
ഏതെങ്കിലും കംഫർട്ട് സോണിനകത്ത് ഒതുങ്ങിപ്പോയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രൊട്ടക്റ്റീവ് അനുഭവത്തിൽ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഈ ചോദ്യം നമ്മളെ സ്പർശിക്കട്ടെ. ആമേൻ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇനി 13-ാമത്തെ വാക്യം നോക്കിക്കേ. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ കൂടെ ഏലിയാവ് ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താ? 11-ാമത്തെ വാക്യത്തിലുണ്ട്, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. പ്രൈസ് ലോർഡ്. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയുണ്ടായി. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി. അപ്പോൾ ഏലിയാവിനെ പുറത്തു കൊണ്ടുവരാൻ ചില കാര്യങ്ങളൊക്കെ നടന്നു. കാറ്റ്, ഭൂകമ്പം, പ്രൈസ് ലോർഡ്, തീയ്. പ്രൈസ് ലോർഡ്. എല്ലാ ഭൂകമ്പവും പിശാച് കൊണ്ടുവരുന്നതല്ല കേട്ടോ. പ്രൈസ് ലോർഡ്. എല്ലാ കാറ്റും പിശാച് കൊണ്ടുവരുമോ എന്ന് വിചാരിച്ച് പിശാചിനെ ശാസിക്കാൻ നിൽക്കരുത്. പ്രൈസ് ലോർഡ്. ദൈവം കൊണ്ടുവരുന്ന കാറ്റുണ്ട്, ദൈവം കൊണ്ടുവരുന്ന ഭൂകമ്പമുണ്ട്. എന്താ? ഒന്ന് ചലിപ്പിക്കാൻ. പ്രൈസ് ലോർഡ്. ചില തങ്ങലുകളിൽ ഒതുങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് തട്ടി ഉണർത്താൻ ചില ഭൂകമ്പം, ഹല്ലേലൂയ, എങ്കിലേ പുറത്തു വരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഇവിടെ ഏലിയാവ് പുറത്തു വന്ന് നിൽക്കുമ്പോൾ മൃദുസ്വരത്തിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, പ്രൈസ് ലോർഡ്, വീണ്ടും ചോദിക്കുക, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇനിയും പോകാനുണ്ട്. 40 ദിവസത്തിൻ്റെ യാത്ര പൂർത്തിയായിട്ടില്ല. ആമേൻ. ഹോരേബ് എന്ന ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് എത്തേണ്ടുന്ന പദ്ധതി ഉണ്ട്, അതിലേക്ക് നീ എത്തിയിട്ടില്ല. ഇവിടെ എന്ത് കാര്യം? 14-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഏലിയാവിൻ്റെ ഒരു റെസ്പോൺസ് അവിടെ കാണുന്നത്. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഏലിയാവ് തൻ്റെ ഉള്ള അവസ്ഥ പറയുക, ഞാൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി കർത്താവിന് വേണ്ടി നിന്ന ആളാണ് കഴിഞ്ഞ കാലത്ത്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നം, ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രതിസന്ധി അവർക്കാർക്കും മനസ്സിലാകത്തില്ല. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. പ്രൈസ് ലോർഡ്. ഞാൻ ചിലർക്ക് വേണ്ടി നിന്നു, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചിലർക്ക് വേണ്ടി ഇടിവിൽ നിന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവ് തൻ്റെ അനുഭവം ദൈവത്തോട് പറയുക, കർത്താവ്, എനിക്കിനിയും ഓടണം. ദൈവമേ, എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ആ മൗണ്ട് ഓഫ് ഗോഡിലേക്ക്, ഹോരേബിലേക്ക് പോകണം. 40 ദിവസത്തെ യാത്രയെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. പ്രൈസ് ലോർഡ്. ആമേൻ. ഉള്ള കാര്യം കർത്താവിനോട് തുറന്ന് പറയാം കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എവിടെയാ നമുക്ക് ക്ഷീണം, എവിടെയാ നമുക്ക് ഭാരമുള്ളത്, കർത്താവിനോട് സംസാരിക്കാം. ആമേൻ. ശിഷ്യന്മാരെ യേശു കർത്താവ് ഒരുക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ലോർഡ്. 40 ദിവസം എന്ന് പറയുമ്പോൾ ഈ ശിഷ്യന്മാർക്കറിയാം ഏലിയാവിൻ്റെ അനുഭവം. അപ്പോൾ ഏലിയാവിൻ്റെ റെസ്പോൺസ്, പ്രൈസ് ലോർഡ്, പറഞ്ഞു കഴിയുമ്പോൾ, ആമേൻ. ഇനി 15-ാമത്തെ വാക്യം നോക്കിക്കേ. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നീ ഇന്നു വരെ ചെയ്തിരുന്നത് പോലെയല്ല ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലെവലിലുള്ളൊരു ശുശ്രൂഷയാണ്.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഇത്രയും നാൾ ഇസ്രായേൽ ജനത്തിന് ഇടിവിൽ നിന്ന് ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. അതല്ല, അതിൽ നീ സമാധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൽ നീ വളരെ വളരെ വില കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഇടത്താവളത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അടുത്ത ലെവലിൽ ആരാമിന്, അതായത് സിറിയയ്ക്ക്, മറ്റൊരു രാജ്യത്തിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ, ഇസ്രായേൽ ജനത്തിൻ്റെ അല്ല, മറ്റൊരു അയൽപ്പക്കത്തെ നെയ്ബറിങ് കൺട്രിയുടെ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നിന്നെ ഒരുക്കുകയാ. നിന്നെ കുറിച്ചുള്ള പദ്ധതി അതാ. ഈ ഗുഹയ്ക്കകത്ത് കിടന്നാൽ എങ്ങനെ അത് സാധിക്കും? നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അടുത്ത രാജ്യത്തിന്റെ രാജാവിനെ അഭിഷേകം ചെയ്യുക. അടുത്ത വാക്യം നോക്കിയേ. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. പൊളിറ്റിക്കൽ കിങ്ഡത്തിന്റെ രാജ്യങ്ങളുടെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക മാത്രമല്ല, ശുശ്രൂഷയ്ക്കായിട്ട് ചിലരെയും കൂടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവപ്രവൃത്തി, അഭിഷേകം നിന്നിലൂടെ പുറത്തു വരാനുണ്ട്. അതുകൊണ്ടാണ് നീ മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ യേശു കർത്താവ് 40 ദിവസം ശിഷ്യന്മാരെ 40 ദിവസം ലൂക്കോസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവരെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ യെരുശലേമിനകത്ത് ഇങ്ങനെ കറങ്ങാനുള്ളവരല്ല. ഗലീലയിൽ നിന്ന് മാക്സിമം യെരുശലേമിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ശിഷ്യന്മാരാണെന്ന് അറിഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. കർത്താവ് പോയി കഴിയുമ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ബാഗ് പാക്ക് ചെയ്ത് വീട്ടിനകത്ത് വെച്ചിട്ടാ ഇപ്പോഴിവ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള ഉദ്ദേശം, പെന്തക്കോസ്ത് നാൾ വരുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിക്കാനുണ്ട്. അതെന്തിനു വേണ്ടിയാ? ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ളതാ, ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാനുള്ളതാ, അടുത്ത തലമുറയെ ഉയർപ്പിക്കാനുള്ളതാ. അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിക്കായിട്ടാ നിന്നെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാനൊരു സാധാരണ വിശ്വാസിയാണല്ലോ. ഞാനിങ്ങനെ ഞായറാഴ്ച തോറും അല്ല മീറ്റിങ്ങുകൾ വന്നിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു മടങ്ങിപ്പോകുന്ന അനുഭവമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് മതി എന്ന് വിചാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷക്ത ദൈവദാസന്മാർക്ക് ഈ ചിന്ത കൊടുത്ത് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ് കൂടി വരുന്നത് എന്തിനാ? അങ്ങനെ ഒതുങ്ങിപ്പോകാനല്ല ദൈവമായ പൈതലേ, അങ്ങനെ ഒതുങ്ങിപ്പോകാനല്ല ദൈവമക്കളെ. നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, ചിലരെ വിടുവിക്കുവാൻ, ചിലരെ ഉയർപ്പിക്കുവാൻ, അഭിഷേകം ചെയ്യുന്ന, ചിലരെ രാജ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന, ചില പൊസിഷനിലേക്ക് എടുത്തുയർത്തുന്ന നിന്റെ ഒരു പ്രാർത്ഥന വെളിപ്പെടാൻ. നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതി. ചിലരുടെ സ്ഥാനം തെറിച്ച് മറ്റുള്ളവർ സ്ഥാനത്തേക്ക് ഉയർന്നു വരും. നിന്റെ പ്രാർത്ഥന മതി. ഇതുവരെ തടസ്സമായി നിൽക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ, ചില ക്ഷീണിച്ചു പോയതിനെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ കൂടെ നടന്ന് ശുശ്രൂഷിക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അതിനുള്ള പ്രിപ്പറേഷൻ ടൈം, അതിനുള്ള പ്രോജക്റ്റ്, അതിനുള്ള ബിൽഡിംഗ് ടൈമാണിത്. പണിയുന്ന സമയമായത്. എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? മതി കർത്താവേ, മതി യഹോവേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചൂരച്ചെടിയുടെ ആ ചെറിയ തണൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധമാ വിളിച്ചു പറയുന്നു, നോ, നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു പോക്കുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള ഒരു അനുഭവമുണ്ട്.
എൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാ. ഈ ഗുഹയുടെ അനുഭവത്തിൽ ഞാൻ കംഫർട്ടാണ്. എനിക്കിതിൽ കൂടുതൽ ഒന്നും പറ്റത്തില്ല, എന്നെ പുറത്ത് കൊണ്ട് വരരുതേ എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുന്ന അനുഭവം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പുറത്ത് വന്നേ പറ്റൂ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഗുഹയിൽ ഒതുങ്ങാനല്ല. നിനക്കിവിടെ എന്ത് കാര്യം? ഇപ്പോഴായിരിക്കുന്ന ഇടത്ത് ഒതുങ്ങിപ്പോകാനുള്ളതല്ല. നിനക്കെന്ത് കാര്യം? പുറത്തു വന്നെങ്കിലേ പെന്തക്കോസ്തിന്റെ പൂർത്തി ഉണ്ടാകൂ. ഹല്ലേലൂയ, 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 സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന ഏലിയാവിൻ്റെ അനുഭവത്തിൽ പ്രൈസ് ലോർഡ്, ദൈവം സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഏലിയാവ്. ആമേൻ. ആ റെസ്പോൺസിലാണ് അടുത്ത ലെവലിലേക്ക് കയറ്റുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്താ ഏലിയാവ് റെസ്പോണ്ട് ചെയ്ത്? കർത്താവേ, ദൈവമേ, എനിക്കറിയാം ഞാൻ ഒത്തിരി ശുഷ്കാന്തി ഉള്ളവനാ, പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ അവസ്ഥ ഉള്ളതുപോലെ തുറന്നു പറയും. ആരോടാ പറയുന്നത്? ദൈവത്തോട്. പ്രൈസ് ലോർഡ്, ആമേൻ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഈ ശിഷ്യന്മാരെക്കുറിച്ചും കർത്താവ് ആഗ്രഹിച്ചതാ. അവരെ നന്നായിട്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ 40 ദിവസം കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇതാ ആഗ്രഹിക്കുന്നത്. നമ്മുടെ റെസ്പോൺസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് പറയുമ്പോൾ ഓർക്കണം, എന്നോട് ദൈവം സംസാരിക്കുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നു. അതിനകത്ത്, ആ ചോദ്യത്തിനകത്ത് എൻ്റെ ജീവിതാനുഭവമായിട്ടൊരു ബന്ധമുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അങ്ങനെ ഉള്ളവരെയാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നീ ചിലരെ എഴുന്നേൽപ്പിക്കാൻ, ചിലരെ ഉയർത്താൻ, ചിലരെ സ്വാധീനിക്കാൻ, ചിലരോട് പറയാൻ, ചിലരോട് സംസാരിക്കാനുള്ള അഭിഷേകം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത പ്രൈസ് ലോർഡ് ഒരു കാര്യവും കൂടെ, ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. ഈ ലൂക്കോസ് ബുക്ക് ഓഫ് ആക്ട്സ് എഴുതി അതേ ലൂക്കോസ്, ആമേൻ, 40 ദിവസത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 4, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. ഈ ശിഷ്യന്മാർക്കറിയാം യേശു കർത്താവിൻ്റെ ജീവിതാനുഭവത്തിൽ, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, പബ്ലിക് മിനിസ്ട്രിയുടെ ആരംഭത്തിൽ ഇങ്ങനെ ഒരു 40 days ഉണ്ട്. പ്രൈസ് ലോർഡ്, ആമേൻ. യേശു കർത്താവിൻ്റെ യോഹന്നാൻ സ്നാപകൻ്റെ കീഴിലുള്ള സ്നാനത്തിന് ശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണും. പിന്നെ യേശു കർത്താവ്, പ്രൈസ് ലോർഡ്, സ്തോത്രം, ആരാണെന്നുള്ള സ്വർഗത്തിൻ്റെ വെളിപ്പാട്, ആമേൻ, ആ ഡിക്ലറേഷൻ, യേശു കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി കുറിച്ചുള്ള ഡിക്ലറേഷൻ, അതും കഴിഞ്ഞിട്ട്, ആമേൻ, 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. പ്രൈസ് ലോർഡ്. യോർദാൻ വിട്ടു. അപ്പോൾ യോർദാൻ വിട്ടു എന്ന് പറയുമ്പോൾ ആ ബാപ്റ്റിസവും, ആമേൻ, ആ സ്വർഗത്തിൻ്റെ ആ അപ്രൂവലുമെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്ത്. പക്ഷെ പരിശുദ്ധാത്മാവ് വിൽഡർനെസ്സിലൂടെ നടത്തുമ്പോൾ ഒരു 40 days, അവിടെ ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രൈസ് ലോർഡ്. എങ്ങനെയാണ് ഈ 40 days എന്ത് അനുഭവമാണ് യേശു കർത്താവിനുണ്ടായത്? വെൻ ദേ വെർ എൻഡഡ്, അല്ലേ, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ ആമേൻ, അവൻ വിശന്നു. 3-ാമത്തെ വാക്യം, അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇവിടെ പിശാച് കർത്താവിനോട് സംസാരിക്കുന്ന ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. നീ
പുത്രൻ എങ്കിൽ, 3-ാമത്തെ അധ്യായത്തിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, സ്വർഗം പറഞ്ഞു കഴിഞ്ഞു, ദൈവത്തിൻ്റെ പുത്രൻ. പക്ഷെ പിശാച് പറയുക, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. കാരണം യേശു കർത്താവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടാണ്. എന്താ? ഹംഗ്രിയ, വിശക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഈ പിശാച് അങ്ങനെ സംസാരിക്കുന്നത്. ഈ കർത്താവ് അതിനോട് പ്രതികരിക്കുന്നത് നോക്കിക്കേ, 4-ാമത്തെ വാക്യം. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു, വചനത്തിൽ പറയുന്നു. അപ്പൊ എവിടെയാ വചനത്തിൽ പറയുന്നത്? ഡ്യൂട്രോണമി ചാപ്റ്റർ 8, ആവർത്തനം 8-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നോക്കിക്കേ. ആവർത്തനം 8-2-3 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. കർത്താവ് എവിടെ നിന്ന് ആ വാക്കുകൾ ഉദ്ധരിച്ചെന്ന് ശ്രദ്ധിക്കണം. ഇസ്രയേൽ ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നും 40 വർഷത്തെ അനുഭവത്തിൽ നിന്നും കർത്താവ് വാക്കുകൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും ആ ദൈവവചന ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറയുന്നു, യെസ്, അവർക്ക് ചില താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2-ാമത്തെ വാക്യം നോക്കിയാൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നടത്തി. പ്രൈസ്. അപ്പോൾ ചില താഴ്ചയുടെ അനുഭവവും ചില പ്രയാസത്തിൻ്റെ അനുഭവവും ഒക്കെ വരുമ്പോഴും ദൈവം പറയുകയാണ്, അത് പരീക്ഷിച്ച് ഹൃദയത്തിലിരിക്കുന്നതിന് അറിയാനാണ്. പ്രൈസ്. നിന്നെ വിശപ്പിക്കുകയും, ആമേൻ, എന്നിട്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കാനും. പ്രൈസ് ലോർഡ്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, എക്സ്പെരിമെൻ്റൽ ടീച്ചിങ് എന്ന് പറയത്തില്ലേ? ആമേൻ. അപ്പോൾ വെറുതെ അല്ല ദൈവം പഠിപ്പിച്ചത്, അവരെ അനുഭവിപ്പിച്ചു പഠിപ്പിച്ചു. പ്രൈസ് ലോർഡ്. അവരെ അനുഭവിപ്പിച്ച് പഠിപ്പിച്ച കാര്യമാണ് ഇവിടെ പിശാചിനോട് പറയുന്നത്. അപ്പോൾ പിശാച് ഉദ്ദേശിച്ചത് എന്താ? പ്രൈസ് ലോർഡ്. ആ ഹംഗ്രി, ഇപ്പോഴത്തെ ആവശ്യം, വിശപ്പ്, അതിനെ തൊട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്കറിയാത്ത ചിലതുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. നീ ഇപ്പോഴത്തെ ആ കാര്യം മാത്രം സംസാരിക്കുമ്പോൾ സ്വർഗം പറയുന്നത് എന്താ? അതിനപ്പുറത്ത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദൈവം അറിയാതെ ആ നീഡ് വരുന്നില്ല. പ്രൈസ് ലോർഡ്. ദൈവം അറിഞ്ഞിട്ട് അനുഭവത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ പഠിപ്പിക്കുകയാ. ഇത് എന്നെ പഠിപ്പിക്കുന്നതാണ് എന്ന് ഇസ്രായേൽ ജനത്തിന് ബോധ്യം കൊടുത്ത ദൈവം ഇപ്പോൾ പിശാചിനോട് അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ. ഇനി ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം, 8-ാമത്തെ അധ്യായത്തിന് ആവർത്തനം 8-4 നോക്കിക്കേ. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. പിശാചേ, നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം കർത്താവ് പറയുമ്പോൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ പിശാചിനും പറഞ്ഞു കൊടുക്കുകയാ. പ്രൈസ് ലോർഡ്. നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? 40 സംവത്സരം ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, കാൽ വീങ്ങിയതുമില്ല. പ്രൈസ് ലോർഡ്. എന്താ അത്?
ആമേൻ. 1 വയസ്സുള്ള കുഞ്ഞ് 40 വർഷം കഴിയുമ്പോൾ, ഏജ് 40 ആകുമ്പോൾ, വയസ്സ് 40 ആകുമ്പോൾ, ഒരാൺകുട്ടി 1 വയസ്സുള്ള ആൺകുട്ടിയുടെ ആമേൻ വസ്ത്രം, ആമേൻ, അത് ശരീരം വളരുന്നതനുസരിച്ച് വളർന്നു കാണും. പ്രൈസ് ലോർഡ്. ജീർണിച്ചു പോകാതെ ആ വസ്ത്രത്തിന് കേടുപാട് വരാതെ സൂക്ഷിച്ചത്. അപ്പോൾ വിശപ്പെന്ന് പറയുന്ന നീടല്ല, അതിനപ്പുറത്തായിട്ട് അവരെ കരുതുന്ന, പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച്. അത് പിശാചിന് അറിയത്തില്ല. പ്രൈസ് ലോർഡ്. അപ്പം 40 ദിവസത്തിൽ കർത്താവ് അവരെ പഠിപ്പിക്കുമ്പോൾ അവരോട് ഇടപെടുന്ന ഒരു കാര്യം, നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാൻ വരുന്ന പിശാചുണ്ട്. നീട് കൊണ്ടുവന്ന് പരാജയപ്പെടുത്താൻ തോന്നുമ്പോൾ അതിനെ എങ്ങനെയാണ് ജയിക്കേണ്ടത്? അതിന് മുകളിലായി സകലതും കരുതുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം അറിയാതെ ഒരു ചെറിയ കാര്യം പോലും സംഭവിക്കാത്തത് കൊണ്ട് ഇതിലൂടെ എന്നെ പഠിപ്പിക്കുന്നു എന്ന് പറയാനുള്ളൊരു ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന അതാ ദൈവവേദലേ. പ്രൈസ് ലോർഡ്. പെന്തക്കോസ്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത് അങ്ങനെയാ, ദൈവം ആരാണെന്നറിയുമ്പോഴാണ്. പ്രൈസ് ലോർഡ്. ഒരു ചെറിയ രോഗസൗഖ്യത്തിൻ്റെ വിടുതൽ മാത്രമല്ല, ഒരു കടഭാരത്തിൻ്റെ മാറ്റം മാത്രമല്ല, ജോലിയിൽ ഒരു പ്രൊമോഷൻ അല്ല, ബൈക്കിൽ നിന്ന് കാറിലേക്കുള്ളൊരു പ്രൊമോഷൻ അല്ല, അതിനപ്പുറത്തായി ദൈവം ആരാ? സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ഈ ഭൂലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ എന്നെ വീണ്ടെടുത്തിട്ട് എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുക, എന്നെ മകനാക്കുക, എന്നെ മകളാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് തരിക, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ കൊണ്ടുവരിക, എന്നിലൂടെ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടി എന്നെ വിളിച്ചു വേർതിരിക്കുക. അങ്ങനെയാകുമ്പോൾ എൻ്റെ ഈ നീട് ഒന്നുമില്ല, അതിനപ്പുറത്ത് ദൈവ പ്രവൃത്തി. എനിക്കെന്റെ ദൈവം ആരാണെന്ന് അറിയുന്നതാണ് വിഷയം. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പിശാച് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം ഇതാ, നീഡ്. ഇപ്പോഴത്തെ കാര്യം, ഇപ്പോഴത്തെ വിഷയം. ചിലർ പറയും, ഞാൻ ഈ വിഷയത്തിൽ അങ്ങ് തളർന്നു പോകുക, ഞാൻ ഈ വിഷയത്തിൽ അങ്ങ് ഭാരപ്പെടുക. എന്നാൽ സ്വർഗം പറയുന്നു, അതിനപ്പുറത്തായി ദൈവത്തെ കരുതുന്ന ദൈവത്തെ, വിടുവിക്കുന്ന ദൈവത്തെ, രക്ഷിക്കുന്ന ദൈവത്തെ, സ്വർഗത്തിലെ അപ്പച്ചനെ പേഴ്സണലായി അറിയാൻ കഴിയുക. എന്റെ അപ്പ എന്ന് വിളിക്കാൻ, ആ സ്നേഹം ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അത് കഴിയുക, അതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന അനുഭവം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പെന്തക്കോസ്തിലൂടെ ദൈവം നമ്മളെ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയാ, നമ്മളെ പണിയുന്നത് അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ചെറുതിൽ നിന്നും വലുതിലേക്ക്, പ്രൈസ് ദി ലോർഡ്, മെറ്റീരിയൽ വിഷയങ്ങളല്ല, അതിനപ്പുറത്തായി ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ റെവലേഷൻസ് പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. കർത്താവ് പിശാചിനെ നേരിടുമ്പോൾ അങ്ങനെയാണ് നേരിടുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോൾ പറയുന്ന ഈ വിശപ്പ് അതല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. എന്നെ അയച്ച ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങനെ നടത്തിയത്, അവരെ താഴ്ചയിലൂടെ കൊണ്ടുപോയപ്പോൾ അവരെ പഠിപ്പിച്ചത്, അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ അവരെ നടത്തിയത്. പിശാച്, നീ അത് അറിയുന്നുണ്ടോ? നീ അത് തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന ഈ റെവലേഷനാ. പൈശാചിക മണ്ഡലത്തെ നോക്കി പറയണം, പിശാച്, നിനക്ക് ഈ വിഷയത്തിൽ എന്നെ ഭാരപ്പെടുത്താൻ എങ്ങനെ കഴിയും? കാരണം എൻ്റെ ദൈവം ആരാ? എന്നെ വിളിച്ചു വേർതിരിച്ച് എൻ്റെ അപ്പച്ചൻ ആരാ? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ ആരാ? അപ്പന്റെ പക്കൽ എല്ലാം ഉണ്ട്. എൻ്റെ ഈ ചെറിയ വിഷയമല്ല വിഷയം, മറിച്ച് എൻ്റെ അപ്പന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനോട് ചേർന്നിരിക്കുന്നതാണ് എനിക്ക് കാര്യം. ഹല്ലേലൂയ. അതിനകത്ത് സകലതുമുണ്ട് മക്കളെ, അതിനകത്ത് സകലതുമുണ്ട് ദൈവമക്കളെ, അതിനകത്ത് സകലതുമുണ്ട് എൻ്റെ കുഞ്ഞ്, സകലതുമുണ്ട് അതിനകത്തുണ്ട്. അതൊരു പാക്കേജാ.
ഹുരബല ശമ്മൽക്കരാധിയാരബല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗം നോക്കിയേ, 4-ാം അധ്യായത്തിൻ്റെ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 4. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വർഗം അപ്രൂവൽ ചെയ്ത യേശു കർത്താവിനോട് പറയുക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞത്? ആമേൻ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. മാത്രം. ആവർത്തനം 6 ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടിട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, പ്രോമിസ് ലാൻഡിലെ കാര്യം പറയുമ്പോൾ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ട് ചെന്ന് പണിയാത്ത, നീ പണിയിട്ടില്ല, പണിയാത്ത, പ്രൈസ് ദി ലോർഡ്, വലുതും നല്ലതുമായ പട്ടണങ്ങൾ, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും, ഇതൊക്കെ നീ ചെയ്തതല്ല, ചെയ്യാതെ ദൈവം നിനക്ക് തരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ തരുമ്പോൾ ഓർക്കണം, അടിമ വീട്ടിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ നീ മറക്കരുത്. ഇനി നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. പ്രൈസ് ദി ലോർഡ്. 13-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. പിശാച് ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന ആ വാക്കുകൾ അവിടെ നിന്നാണ് പറയുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. പക്ഷേ അതിനോട് ചേർത്ത് വെച്ച വാക്യങ്ങൾ, ഈ വചനഭാഗം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് സംസാരിക്കും, പിശാചിനോട് പറയുമ്പോൾ, നീ എന്തായി പറയുന്നേ? സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് എങ്ങനെ? അവർ പണിയാത്തതും അവർ നട്ടുണ്ടാക്കാത്തതും കൊടുത്ത ദൈവമാണ്. അപ്പോൾ ഇതൊക്കെ ആരുടേതാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗത്തിലെ പിതാവിൻ്റെ സമ്പത്തായിട്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിനക്കെങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിലൂടെ പിശാചിനെ നിയന്ത്രിക്കുന്ന, പിശാചിൻ്റെ ആ ടെസ്റ്റിനെ തോൽപ്പിക്കുന്ന, പിശാചിൻ്റെ ആ പരിപാടിയെ പരാജയപ്പെടുത്തുന്ന യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും ആഗ്രഹിക്കുന്ന ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് വലിയ ആഗ്രഹമുണ്ട്. ആത്മീയമായി മുന്നേറാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ എനിക്ക് മുന്നേറണം, എനിക്ക് കുറച്ചും കൂടെ കർത്താവിൻ്റെ സാക്ഷിയാകണം, കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം, വലിയ താല്പര്യമുണ്ട്. പക്ഷേ നമ്മളെ പുറകോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്ന പലപ്പോഴും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ആത്മീയമായിട്ട് മുന്നേറണം, പക്ഷേ അപ്പുറത്ത് നമ്മളെ ക്ഷീണിപ്പിക്കുന്നത് എന്താ? പിശാച് ഉപയോഗിക്കുന്ന ഒരു ടൂളാ ഭൗതികമായ വിഷയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഭൗതിക വിഷയത്തിൽ ആമേൻ ക്ഷീണിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ കഴിയും?
എങ്ങനെ ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും, ആരാധനയ്ക്കാൻ അല്ലെങ്കിൽ കൂടുതലായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ കഴിയും. ചിലപ്പോഴൊക്കെ ചിന്ത വരത്തില്ലേ, ഞാൻ എങ്ങനെ ഇത് പറയും, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് കർത്താവിൻ്റെ സാക്ഷിയാകും, എൻ്റെ കാര്യം ഇങ്ങനെ കിടക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നമ്മളെ പിശാചിനെ തോൽപ്പിക്കേണ്ടുന്നത് ഇങ്ങനെയാണ്. ഇതാ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പണിഞ്ഞ് അവരെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഈ യെരൂശലേമിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാ, പിശാച് നിങ്ങളെ പരാജയപ്പെടുത്താൻ, ക്ഷീണിപ്പിക്കാൻ വരുമ്പോൾ അവിടെ ജയിക്കേണ്ടത് ഇങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. എന്താ? ഈ ഭൗതിക വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്തായി ഇത് സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിക്കുവാൻ ഇതിനെ നിയന്ത്രിക്കുന്ന കർത്താവ്, ഭൗതിക മണ്ഡലങ്ങളെ, രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ നിയന്ത്രണം ഒരു ദൈവ പൈതലിന് വേണ്ടുന്നത് നൽകാൻ, പണിയാത്ത പട്ടണങ്ങളെ കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഈ വെക്കാത്ത വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇസ്രായേൽ ജനത്തോട് പറയുക, നിന്നെ കൊണ്ടുവരുമ്പോൾ ഈ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ഓർക്കുക, നീ പ്രവേശിക്കുന്ന നാട്, നീ പ്രവേശിക്കുന്ന ഇടം എന്ന് പറയുന്നത് നീ നട്ടുണ്ടാക്കാത്തത് പ്രാപിച്ചെടുക്കുന്ന അനുഭവം. കാരണം എന്താ? ഇത് എൻ്റെ ദാനമായി നിനക്ക് നൽകുന്നതാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആത്മീയ വിഷയത്തിൽ മുന്നേറിയാൽ മാത്രം മതി, ഭൗതിക കാര്യങ്ങളെ ദൈവം നോക്കിക്കൊള്ളും. ഭൗതികം ശരിയാകട്ടെ എന്നിട്ട് ആത്മീകമാകാം, ശുശ്രൂഷിക്കാം എന്നല്ല. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആത്മീയമായി മുന്നേറിയാൽ മാത്രം മതി. നിന്റെ ഭൗതിക കാര്യങ്ങളെ സ്വർഗം ഏറ്റെടുക്കും. സ്വർഗത്തിലെ അപ്പച്ചന്റെ ഉത്തരവാദിത്തമാണ് അത്. കർത്താവ് ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി ചെയ്തു തരും. അതിനുവേണ്ടി നീ ഭാരപ്പെടേണ്ട, അതിനുവേണ്ടി നിന്നെ സമയം ചെലവഴിക്കേണ്ട. നീ കർത്താവിന്റെ പ്രവർത്തിക്ക്, ശുശ്രൂഷകൾക്ക്, ദൈവ സാന്നിധ്യത്തിൽ സാക്ഷിയാകാൻ നീ താല്പര്യപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. എത്രത്തോളം നമുക്ക് ആത്മീകമായി മുന്നേറാൻ കഴിയുമോ അത്രത്തോളം കയറി നിൽക്കാമോ. പുറകെ അതാ കർത്താവ് പറയുന്നത്, സകലതും നീ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ മാത്രം മതി. സകലതും നിനക്ക് വേണ്ടുന്നത് സ്വർഗം ചെയ്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭാഗവും കൂടെ നമ്മൾ അവിടെ കാണും. മൂന്നാമത് ആ പിശാച് സംസാരിക്കുന്ന ഭാഗം നോക്കിക്കേ, 7-8 വാക്യങ്ങൾ. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം യേശു കർത്താവ് വചനം പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവിടെ പിശാചും വചനം പറയുക. ആമേൻ. സങ്കീർത്തനം 91 അതിൻ്റെ 11-12 വാക്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നു. ആ കോൺവെർസേഷനിൽ വരുന്നത് സാംസ് 91. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒന്നുകൂടെ നിങ്ങൾ ആ 2 വാക്യങ്ങളും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ കാണുന്നുണ്ടോ? അമ്മേ, സങ്കീർത്തനം 91 11-12 വാക്യങ്ങൾ, ലൂക്ക് 4:8. അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? അതേ വാക്കുകൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പിശാച് ഉദ്ധരിക്കുന്നത്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അസൈൻമെന്റാ. പ്രൈസ് ദി ലോർഡ്. എന്താ അത്? അതേപോലെ തന്നെയാണോ പിശാച് പറയുന്നത്? പിശാചിന് വചനം അതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. വചനം മാറ്റാൻ പറ്റും. അതെ ഈ ഇത്തിരിയൊക്കെ മുറിച്ചെടുത്ത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്.
അതിലൂടെ ആ പിശാച് ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തി കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അരികും അറ്റമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, അതാണ് ശരി ഇതാണ് ശരി എന്ന് തോന്നിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ കുറഞ്ഞു പോയത് എന്താ? നിന്റെ എല്ലാ വഴികളിലും, നിന്റെ എല്ലാ വഴികളിലും. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയൊരു സംഭവമാണ്, അത് ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡ്യൂട്രോണമി 6:16 മുതൽ നോക്കിക്കേ. ആവർത്തനം 6-ാമത്തെ അധ്യായം. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇതാ കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിശാച് പറയുന്നത് വഴി എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ ഫുൾ രൂപം പറയാതെ, പ്രൈസ് ദി ലോർഡ്, എല്ലാ വഴികളിലും എന്ന് വചനം എഴുതിയിരിക്കുമ്പോൾ പിശാച് പറയുന്നത് എന്താ? വചനം, വഴി. പ്രൈസ് ദി ലോർഡ്. എല്ലാ വഴിയും ഫുൾനെസ് ആവുക, ദൈവത്തിൻ്റെ ഫുൾനെസ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ ഫുൾനെസ്സിനെ കുറിച്ച് പറയാൻ പിശാചിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഫുൾനെസ് കാണിക്കാതെ ഇരിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് സംസാരിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ ഈ വചനഭാഗം എടുത്താണ് കർത്താവ് സംസാരിക്കുന്നത്. 16 മുതൽ നോക്കിക്കേ. ചാപ്റ്റർ 6:16. വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും. കണ്ടോ, മസായിൽ വെച്ച് പരീക്ഷിച്ചത് നിങ്ങൾക്കറിയാം. വെള്ളത്തിന്റെ ആ കാര്യം വന്ന് പ്രശ്നം വന്ന് പിറുപിറുത്ത് ദൈവത്തോട് സംസാരിക്കുന്ന മോശ ദേഷ്യപ്പെട്ട് ആ പാറയിൽ അടിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തോട് യഹോവയോട് നിങ്ങൾ പരീക്ഷിച്ചു, അതുപോലെ ഇനി പരീക്ഷിക്കരുത്. ഇനി ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും, അടുത്ത വാക്ക്, ജാഗ്രതയോടെ, കെയർഫുള്ളി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, അഭിഷേകം എന്ന് പറഞ്ഞ് കേട്ടിട്ട് എല്ലായിടത്തും ഓടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് തരാനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവം ഇവിടെ തരും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യമുള്ളിടത്ത് തരും. അത് തന്നിരിക്കും. അതാ ഫുൾനെസ്സിനകത്തുള്ളതാ. ആമേൻ. വീട്ടിനകത്ത് ആ ഫുൾനെസ് ഉണ്ട്. അടുത്ത വീട് തേടി പോകേണ്ട ആവശ്യമില്ല. അടുത്ത ഇടങ്ങളിൽ ഓടി നടക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആ ദൈവിക പദ്ധതി ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നിടത്ത് തന്ന് നിറച്ചിരിക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? വീടിനകം അനുഗ്രഹിക്കപ്പെടാൻ. നീ ആരാധിക്കുന്ന ആരാധന ഇടത്ത് ദൈവപ്രവൃത്തികൾ നടക്കാൻ വേണ്ടി. ദൈവം അതിനാ നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്, നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവസഭയോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാ. അത് നടത്താൻ വേണ്ടി ദൈവം നിങ്ങളെ കുറിച്ച് നോക്കുമ്പോ നിങ്ങൾ ഓടി നടന്നാൽ എങ്ങനെ? എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഞാൻ വിളിച്ചു പറയുക. ജാഗ്രതയോടെ. അതാ ഈ കാലം, നമ്മളായിരിക്കുന്ന കാലം അതാ. ആമേൻ. വചനം ജാഗ്രതയോടെ സ്വീകരിക്കണം. എവിടെ വെട്ടിമുറിച്ച് മാറ്റി എടുത്തുകൊണ്ട് രൂപപ്പെടുത്തുന്നതൊന്നും നമുക്ക് വേണ്ട. വചനം ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ സ്വീകരിച്ച് ദൈവശക്തി പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രോജക്റ്റിനായി ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതാ.
ആമേൻ. ഈ 40 ദിവസവും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ചെലവാക്കി 40 ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഇതാ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭ പ്രൈസ് ദി ലോർഡ് എങ്ങനെ പോകണം, അതിൻ്റെ പില്ലേഴ്സാണ് നിങ്ങൾ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുക. അതാ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ നിങ്ങളെ ബിൽഡ് ചെയ്യുകയാണ്. പെന്തക്കോസ്തിൻ്റെ നാളിൽ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ അത് പൊട്ടിപ്പുറപ്പെടാൻ പോകുകയാണ്. അത് മുമ്പോട്ട് പോകാൻ പോകുകയാണ്. ദൈവസഭ ഇന്നാഗ്രേറ്റ് ചെയ്യപ്പെട്ട് വ്യാപിക്കാൻ പോകുകയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ കാണുന്നു. അതാ കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ഈ 40 ദിവസവും ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തിയത് എന്താ? ഞാൻ ചിലത് കാണുന്നുണ്ട്, ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവസഭ വചനം കയ്യിലിരുന്ന കാലത്ത്, വചനം പഠിപ്പിച്ച കാലത്ത് ആ വചനത്തിൻ്റെ ആ പൂർണ്ണതയിൽ നിലകൊണ്ടിരുന്നു. പക്ഷേ രൂപം മാറി, പേര് മാറിയപ്പോൾ, വചനം പൂട്ടിവെച്ചപ്പോൾ, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സഭാ കൗൺസിൽ തീരുമാനിച്ചപ്പോൾ, അറിയാവോ അങ്ങനെ സംഭവിച്ചു ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ. അങ്ങനെ പൂട്ടിവെച്ചപ്പോൾ വചനത്തിൽ നിന്ന് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജാഗ്രതയോടെ അന്വേഷിക്കും? പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ ഭാരതത്തിൽ വന്നിട്ട് ആത്മശക്തിയോടെ ആരാധിച്ചൊരു കാലത്ത് നിന്ന് എങ്ങനെ വ്യതിചലിച്ചു പോയി, എങ്ങനെ പാരമ്പര്യമെന്നും ചടങ്ങുകളെന്നും ആചാരങ്ങളെന്നും ഉണ്ടായി. കാരണം ഈ വേദപുസ്തകം നമ്മുടെ ഭാഷയിൽ കിട്ടിയിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം എന്താണെന്ന് ആർക്കും അറിയില്ല, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ദൈവം CMS മിഷണറിമാരെ അയച്ച് അവർ ഭാഷ പഠിച്ച് തർജ്ജമ ചെയ്ത് നമുക്ക് തന്നതിന് ശേഷമാണ് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഈ വചനത്തിൽ പറയുന്നത് എന്താ? ആചാരങ്ങൾ എവിടെ കിടക്കുന്നു? വചനം എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ വചനമല്ലേ നമ്മളെ ആകർഷിച്ചത്? ഈ വചനമല്ലേ നമ്മുടെ കണ്ണ് തുറന്നത്? ഈ വചനം വായിക്കുമ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ എന്തായിരുന്നു, അതിൽ നിന്ന് എന്നെ ദൈവം വിളിച്ചതല്ലേ, വേർതിരിച്ചതല്ലേ. എന്തിനു വേണ്ടി? ഇനിയും ജാഗ്രതയോടെ വചനം സൂക്ഷിക്കാൻ, ഇനിയും ജാഗ്രതയോടെ വചനം കൊണ്ടു നടക്കാൻ. ഈ പണി അതിനു വേണ്ടിയുള്ളതാ ദൈവമക്കളെ. 10 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വചനത്തിൻ്റെ പൂർണ്ണതയിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടത്. ആമേൻ. അതിലൂടെ ഞാൻ ഒരു ദൂതും കൂടെ പറയട്ടെ. ഫുൾനെസ്സിനെ തടഞ്ഞ് നിങ്ങളെ മറച്ചു കളയാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, വചനത്തിലൂടെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറയണം, എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം ഫുൾനെസ്സിൻ്റെ ദൈവമാണ്. അതിനെ മറയ്ക്കാൻ പിശാചിന് കഴിയത്തില്ല, അതിനെ കോട്ടിക്കളയാൻ പിശാചിന് കഴിയത്തില്ല. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോജക്റ്റുകളെ അതിൻ്റെ സൈഡ് മാത്രം കാണിച്ചിട്ട് മറച്ചു പിടിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവ് ശിഷ്യന്മാരെ ഇങ്ങനെ 40 ദിവസം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ആ വാക്യത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരാം. ആമേൻ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 3 and 4. പ്രൈസ് ദി ലോർഡ്. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ആമേൻ. 2-ാമത്തെ വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് എത്രയോ പ്രാവശ്യം കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. പല പ്രാവശ്യം വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 1. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് മർക്കോസ് എഴുതിയിരിക്കുന്ന ആ ഭാഗങ്ങൾ. ആമേൻ. മർക്കോസ് 1-ന്റെ
14-15 വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ തടവിലായി. പക്ഷെ യേശു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ റൂളാണ്. ഓക്കെ, ദൈവത്തെ, കർത്താവിനെ കിങ്ങായി അംഗീകരിക്കുകയാണ്, റൂളറായിട്ട് അംഗീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ബേസിക് കാര്യമെന്ന് പറയുന്നത് ടേൺ ടു ഗാഡ്. ആമേൻ. അതില്ലാതെ എങ്ങനെ കർത്താവിന് നമ്മുടെ കിങ്ങായി വരാൻ കഴിയും? അപ്പോൾ യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഇവരൊക്കെ പല പ്രാവശ്യം റിപ്പൻറ്റ് ചെയ്തവരാ, പല പ്രാവശ്യം പഠിപ്പിച്ചവരാ. പക്ഷേ വീണ്ടും എന്തിനാ പറയുന്നത്? യെസ്, ഇതൊരു ഡെയിലി പ്രോസസ്സാകണം. ആമേൻ. മാനസാന്തരമില്ലാതെ കർത്താവിനെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കരുത്, ഇത് പഴയ കാര്യമല്ലേ, ആദ്യത്തെ സ്റ്റെപ്പല്ലേ അത്. പിന്നെന്തിനാ ഇപ്പം ഞാൻ കുറേ ക്ലാസ്സുകളൊക്കെ പാസ്സായി വന്നു, കോളേജിൽ പഠിക്കുക, ഇനി 1-ാം ക്ലാസ്സിലെ കാര്യം എന്തിനാ? വേണം. പ്രൈസ് ദി ലോർഡ്. ഇത് വേണം. ഇത് ആദ്യം വീണ്ടും നമുക്ക് വേണ്ടുന്നത് ഇതാ, റിപ്പൻറ്റ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവപ്രവൃത്തിയുടെ, ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ അതല്ല ആദ്യം ചിന്തിക്കേണ്ടത്. ബേസിക് റിപ്പൻറ്റൻസിൽ നിന്നാണ് അതിലേക്ക് കയറേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 2. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാനും അവരെ അയച്ചു പറഞ്ഞത്. ശക്തിയും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ലൂക്കോസ് 9:2. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത വാക്യം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. രോഗികൾക്ക് സൗഖ്യം വരുത്താൻ, ദൈവരാജ്യം പ്രസംഗിപ്പാൻ അവരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള ശക്തിയും അധികാരവും അതിനകത്തൂടെ തന്നെ പറയുന്നു രോഗസൗഖ്യം. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം അവർക്ക് കിട്ടുമെന്നല്ല, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ. ആമേൻ. രോഗസൗഖ്യം നിങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഇത്രയും നാളും വന്നതുപോലെയല്ല, ക്ഷീണിച്ചു പോയി, പലപ്പോഴും നിരാശപ്പെട്ടതും പലപ്പോഴും സംസാരിച്ചതും അതുപോലൊന്നും അല്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, ദൈവരാജ്യത്തിൻ്റെ ശക്തിയും അധികാരവും വീണ്ടും ഓർപ്പിച്ച് കണ്ട് കർത്താവ് പറയുമ്പോൾ ഓർക്കുക, നിങ്ങളിലൂടെയാണ് ഇത് നടക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, പലപ്പോഴും നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു ചിന്ത, ഞാൻ രോഗിയായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന അധികാരം, ശക്തി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും രോഗിക്ക് വേണ്ടി. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവൈതലെ ഓർക്കുക, രോഗസൗഖ്യം അവിടെ മാത്രമല്ല നമ്മിലും വ്യാപരിക്കും. ഹല്ലേലൂയ. അതിനുള്ള അധികാരവും ശക്തിയും കർത്താവ് തരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ ഒരുക്കുന്നത്. അതാണ് ഈ പ്രോജക്റ്റിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളെ പണിയുന്നത് അതാ. ശിഷ്യന്മാരെ പണിതത് അങ്ങനെയാ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതാണ്. ധൈര്യത്തോടെ
രോഗികളോട് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് അങ്ങനെയാ. നിങ്ങൾ പോയി പ്രാർത്ഥിക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകും. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് പറയുന്നുണ്ട്? യെസ്, എൻ്റെ സഭയിൽ അത് നടക്കും, എന്നിലൂടെ അത് നടക്കും, എൻ്റെ കുടുംബത്തിലൂടെ അത് നടക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി ഞാൻ പറയുന്ന ഇടത്ത് സംഭവിക്കും. രോഗികളുടെ മേൽ സൗഖ്യം വെളിപ്പെടും. ദൈവത്തിലെ നിന്റെ രോഗത്തെ കർത്താവ് ഏറ്റെടുക്കും. നിന്റെ രോഗത്തിന്റെ സൗഖ്യം കർത്താവ് വെളിപ്പെടുത്തും. നിന്റെ രോഗത്തിന്റെ സൗഖ്യം കർത്താവ് അത്ഭുതകരമായി വിടുതൽ തന്ന് നിന്നെ വിടുവിക്കും. ധൈര്യത്തോടെ. എന്തിനു വേണ്ടിയാ? നിന്റെ സൗഖ്യം മറ്റുള്ളവരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്കൊരു ധൈര്യം തരുന്നതായി മാറും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി പ്രൈസ് ദി ലോർഡ്, 4-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 4. ആമേൻ. 4-ാമത്തെ വാക്യം നോക്കിയേ. അപ്പോസ്തലരുടെ പുസ്തകം 1-ാമത്തെ അതിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരോട് പറയുക, ഈ 40 ദിവസം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുക, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ, യെരൂശലേമിൽ നിന്നും പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി വെയിറ്റിംഗ് ഫോർ ദ പ്രോമിസ്. വെയിറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 40 ദിവസം കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? പ്രോമിസിന് വേണ്ടി. ആമേൻ. എന്താ പ്രോമിസ്? പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ വാഗ്ദത്തം. ആമേൻ. 24-ാമത്തെ അധ്യായം ലൂക്കോസ് 24:49 ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. പിതാവ്, ശ്രദ്ധിക്കണം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം ഈ നഗരത്തിൽ പാർപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഈ 40 ദിവസം കർത്താവ് പഠിപ്പിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ആക്ടിവേഷനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഡേ ഓഫ് പെന്തിക്കോസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായിക്കോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ തയ്യാറായിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെയിറ്റ് ഫോർ ദ പ്രോമിസ് ഓഫ് ദി ഫാദർ. ആമേൻ. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, എന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻറ്റിനായി പ്രിപ്പയർ ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം. ആക്ട്സ് 1:5. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ബാപ്റ്റിസം എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. ഇമേർഷൻ, മുഴുകുക, മുങ്ങുക. പരിശുദ്ധാത്മാവിനാൽ മുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഇതേ കാര്യത്തിന് പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ ബുക്ക് ഓഫ് ആക്ട്സിൽ നമ്മൾ കാണുന്നൊരു വാക്കാണ് ഫില്ലിങ്, നിറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുഴുകുക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മുഴുകുക എന്ന് പറയും, ഇമേഴ്സ്ഡ് എന്ന് പറയും. അത് പുറമേ ഉള്ളതുപോലെ തോന്നും അല്ലേ? പക്ഷേ നിറയ്ക്കുക എന്ന് പറയുമ്പോഴോ കുപ്പിയിൽ നിറയ്ക്കുന്നതിനെക്കുറിച്ച്, അകത്തുള്ളതിനെക്കുറിച്ച്. പ്രൈസ് ലോർഡ്. അപ്പം ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പുറമേയും പ്രകടമാകും, അകത്തുമുണ്ടാകും. പ്രൈസ് ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് അതാ, ശിഷ്യന്മാരോട് പറഞ്ഞത് അതാ, ഈ 40 ദിവസം പറഞ്ഞത് അതാ. പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളെ പുറമെ പ്രകടമാകുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തും. അതുപോലെ തന്നെ അകത്ത് രൂപപ്പെടലുകൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വെളിപ്പെടും. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. അടുത്ത വാക്യം നോക്കിക്കുക, 6-ാമത്തെ വാക്യം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ ഈ 40 ദിവസം പഠിപ്പിക്കുമ്പോൾ ഈ ചോദ്യവും ഉത്തരവും ഒക്കെ ഉണ്ട്. ആമേൻ. ശിഷ്യന്മാർക്ക് ചോദിക്കാനുള്ള അവസരം കൊടുത്തിട്ട് കർത്താവ് അവരുടെ ആശങ്കകളൊക്കെ പറയട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയുന്ന ഒരു വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഓരോ കാര്യത്തിനും സീസൺ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാലം വെച്ച്, ചരിത്രം വെച്ച് സംസാരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് അവർ ചോദിക്കുകയാ, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രവാചകന്മാർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ദൈവം അവരോട് സംസാരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചു പിന്മഴയുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾക്കറിയാം വിത്ത് വിതയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വിത്ത് ഇടുന്നതിന് മുമ്പ് ഉള്ള ഒരു മഴ. അപ്പോൾ ദൈവമാണത് കൊടുക്കുന്നത്. സീസൺ നിയന്ത്രിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ആ സീസൺ കണക്ട് ചെയ്യുന്നത്. വിത്തിന് മുമ്പ് ഒരു മഴ കിട്ടും. അതവർക്കറിയാം. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അപ്പോൾ അതവർക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വിളവെടുപ്പിന് മുമ്പായിട്ട് ഒരു മഴയും കൂടെ, മുൻമഴയും പിന്മഴയും. വിളവെടുപ്പിൻ്റെ മുമ്പായിട്ട് ഒരു മഴയും കൂടെ കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്കറിയാം ഇത് വിളവെടുപ്പിൻ്റെ സീസണായി. അതും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോൾ പിതാവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ ഇവർ കണക്ട് ചെയ്യുന്നത് ഇതിലേക്കാണ്. ഇങ്ങനെ 2 സീസൺ ഞങ്ങൾക്കറിയാം. പ്രൈസ് ലോർഡ്. ഇവരുടെ പഴയ കാലത്തെ അനുഭവങ്ങൾ വെച്ച് പറയുമ്പോൾ ആമേൻ. കർത്താവ് മറുപടി പറയുന്നത് എന്താ? ഇതൊന്നും അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നതല്ല വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സീസണൊന്നും അല്ല കാര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും. നിങ്ങൾ പിന്നെ സംസാരിക്കാൻ പോകുന്നത് പുതിയ സീസണെ കുറിച്ചായിരിക്കും. പ്രൈസ് ലോർഡ്. 2-ാമത്തെ അധ്യായം നോക്കിയേ, 17-ാമത്തെ വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആരാ ഇത് പറയുന്നതെന്നറിയാമോ? പത്രോസ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്ന വാക്കുകളാണ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ഭാഗമാണ്. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ്. എന്താ പറയുന്നത്? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അതുവരെ ഉണ്ടായിരുന്ന സീസണൊക്കെ മാറിപ്പോകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിക്കുമെന്ന് പറയുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്നു, യെസ്, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഈ സീസൺ പഴയ സീസണൊന്നും അല്ല, ഇത് അന്ത്യകാലത്തിൻ്റെ സീസൺ. ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. പ്രൈസ് ദി ലോർഡ്.
യോവേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗങ്ങൾ 2-ാമത്തെ അധ്യായം വായിക്കണം. 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. അവിടെ പറയുന്നത് കർത്താവിൻ്റെ നാൾ വരുന്നതിനെ കുറിച്ചാണ്. ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷം മുന്തിരിവെള്ളിയും അനുഭവവൃഷ്ടി നൽകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത് അന്ത്യകാലത്ത് പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ കർത്താവ് ഈ ശിഷ്യന്മാരെ ഇത് പഠിപ്പിക്കുമ്പോൾ ആമേൻ, കർത്താവിൻ്റെ വരവ് വരെയുമുള്ളൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ 40 ദിവസം പഠിപ്പിച്ചത് ഒരു വലിയ പ്രോജക്റ്റാണ്. അവർക്കൊന്നും അറിയത്തില്ല എത്ര നാളാണ് അവർ ശുശ്രൂഷിക്കാൻ പോകുന്നത്, എത്ര വർഷം ഈ ചർച്ച് അല്ലെങ്കിൽ ദൈവസഭ മുമ്പോട്ട് പോകും, ഒന്നും അവർക്കറിയത്തില്ല. പക്ഷെ അന്ന് അവർ പറഞ്ഞു തുടങ്ങിയത് ഇന്നും നമ്മൾ പറയുകയാണ്. 2024 വർഷം പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിൻ്റെ വരവ് എന്നുവരെ നമുക്കറിയത്തില്ല. അത് വേഗത്തിൽ വരാൻ പോകുന്നു. കർത്താവിൻ്റെ നാൾ വരാൻ പോകുന്നു. അതിനു മുമ്പ് ഒന്നുകൂടെ നമ്മളെ ഒരുക്കുന്ന ദിവസങ്ങളായത്. എന്തിനു വേണ്ടി? ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിലരെയും കൂടെ ഇവിടെ ഉണ്ടാകണം. അത് നമ്മളിലൂടെയാണ് നടക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിലൂടെയാണ് നടക്കേണ്ടത്, നമ്മുടെ ജീവിത അനുഭവത്തിലൂടെയാണ് നടക്കേണ്ടത്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുന്ന സമയമായത്, പണിയുന്ന സമയമായത്. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്, പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തുടങ്ങിയ പ്രോജക്റ്റ് ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. ആ പ്രോജക്റ്റ് ഇന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 2024 മെയ് മാസത്തിൽ 19-ാം തീയതിക്ക് മുമ്പുള്ള ഈ 10 ദിവസവും പരിശുദ്ധാത്മാവ് പണിയുകയാണ്. ദൈവം നമ്മളെ പണിയുക, ദൈവസഭയെ പണിയുക. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവിന് വേണ്ടി. കർത്താവിൻ്റെ വരവിന് വേണ്ടി. അതിനു മുമ്പായിട്ട് ചിലരെയും കൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ, ഉപയോഗിക്കാനായി പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രോജക്റ്റിനു വേണ്ടി പണിയുകയാണ്. പെന്തക്കോസ്തിൻ്റെ അനുഭവം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പുതുക്കാൻ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ വരവിന് വേണ്ടി പണിയാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവസഭയെ ഒരുക്കാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിലരെയും കൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ. നിത്യതയെക്കുറിച്ചുള്ള അനുഭവം, നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം എന്തിനു വേണ്ടിയാ? നിത്യതയിലേക്ക് നമ്മളെ ഒരുക്കുന്നതാകട്ടെ. നിത്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെയും കൂടെ ഒരുക്കാനാകട്ടെ. ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, അതിനുവേണ്ടി എന്നെ പണിയണമേ. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു ഈ പ്രോജക്റ്റിനു വേണ്ടി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ആ പ്രോജക്റ്റിനു വേണ്ടി ദൈവസഭയെ ദൈവം ഒരുക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു കേട്ടോ, ഏറ്റവും അടുത്തു. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അവിടെയും ഇവിടെയും നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ തിരിച്ചറിയപ്പെടേണ്ട ഒന്നുണ്ട്. കർത്താവ് വരാൻ പോകുന്നു.
കർത്താവ് വരാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? കർത്താവ് പണിയാനായി നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പണിയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? എവിടെയാ പിശാച് നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഏതെങ്കിലും കംഫർട്ട് സോണിനകത്തായി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് പെട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും അനുഭവത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? പലപ്പോഴും കർത്താവ് കുലുക്കിയ കുലുക്കം ഭൂകമ്പത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്കെവിടെ? അവിടെ എന്താ കാര്യം? അവിടെ എന്താ കാര്യം? നിന്നെ കുറിച്ചുള്ള പദ്ധതി ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിന് മുമ്പായിട്ടുള്ള സമയത്ത് ദൈവസഭയെ ഒരുക്കുവാൻ, ദൈവസഭയിലേക്ക് ചിലരെയും കൂടെ കൊണ്ടുവരാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് ചിലരെയും കൂടെ നടത്തുവാനുള്ളപ്പോൾ നീ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണോ? ഇന്ന് രാത്രി പുറപ്പെടാ. ഇന്ന് രാത്രി ആഗ്രഹിക്കുക, എനിക്ക് പുറത്തേക്ക് വരണം. ഓ, കംഫർട്ട് സോണിനകത്തുനിന്ന് വെളിയിൽ വരണം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചു തരിക. കർത്താവേ, എന്നെ പണിയണമേ. ഇന്ന് രാത്രി പൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ, കർത്താവിനോട് സംസാരിച്ചതുപോലെ പലരെയും തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ, പൈശാചിക മണ്ഡലത്തിന്റെ അനുഭവങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന രാത്രിയാകട്ടെ.